പതുക്കെ പതുക്കെ. ഗുഡ് ഈവനിങ് സിസ്റ്റർ. വരൂ. ചെല്ലേ. സിസ്റ്റർ. ഹായ് പ്രകാശ്. അയ്യോ, എപ്പോ വന്നു? ഇപ്പൊ എങ്ങനെയറിയാം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്? ഞാൻ വേറെ ആവശ്യം വേണ്ടി വന്നതാ. അപ്പോഴാണ് നീ ചെക്കപ്പിന് വന്നെന്ന്. കഴിഞ്ഞോ? ഡോക്ടർ എന്ത് പറഞ്ഞു? ഒന്നും പേടിക്കാനില്ലെന്ന് പറഞ്ഞു. വരുന്നില്ലേ? ഇല്ല, കൃഷ്ണ പോക്കോളൂ. എനിക്ക് ഡോക്ടറെ കണ്ടിട്ട് അത്യാവശ്യ കാര്യമുണ്ട്. വരൂ വരൂ. സിസ്റ്റർ, ദിസ് ഈസ് മൈ ഹസ്ബൻഡ് മിസ്റ്റർ പ്രകാശ്. ഹലോ, ഞാൻ കൊണ്ട് വിട്ടിട്ട് വരാം. എന്റെ വർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയിരുന്നു. സാരമില്ല, ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം. ബൈ. ദൈവമേ, എന്തു പറഞ്ഞു ഡോക്ടർ? അടുത്ത 20th വീണ്ടും വരാൻ പറഞ്ഞു. പോവാം. എന്താ പറ്റി? ഞാൻ എന്റെ ബാഗ് മറന്നു. പോട്ടെ. പോയോ? എന്റെ കൂടെ ദൂരദർശനിൽ വർക്ക് ചെയ്യുന്ന മഹാകത്തിയാ. നിന്ന കൊന്നുകളെ. ഒരു മിനിറ്റ്. സോറി സിസ്റ്റർ, പരിചയപ്പെടുത്താൻ മറന്നു. ഇതെന്റെ ഹസ്ബൻഡ് പ്രകാശ്. നിങ്ങളുടെ ഹസ്ബൻഡോ? അപ്പൊ മറ്റേ സ്ത്രീ? മറ്റേ സ്ത്രീയോ? ഒരു മിനിറ്റ്. എന്റെ പൊന്നെ, ആ സിസ്റ്ററോട് സംസാരിച്ചാൽ ആ കുഴപ്പാ. അതെന്താ? നിനക്കറിയില്ലേ, അവർക്ക് സ്വബോധമില്ല. പിന്നല്ലാതെ ഇവരെന്തെല്ലാം കള്ളമാണ് പറയുന്നറിയോ? കാണുമ്പോഴും സംസാരിക്കുമ്പോഴും നോർമൽ ആണെന്നേ തോന്നുന്നു. പ്രകാശിന് എങ്ങനെ അറിയാം? അന്ന് ഞാനൊരു പ്രോഗ്രാം ചെയ്തില്ലേ ഡ്രഗ് അഡിക്സിനെ പറ്റി. അന്ന് ഞാൻ ഇവരെ രഹസ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്തു. ചാക്കോച്ചനായിരുന്നു എന്റെ കൂടെ. ചാക്കോച്ചനെ കണ്ടപ്പോ ഇവർക്ക് കെട്ടിയേ തീരൂ. ഊരി പോരാൻ പറ്റ പാടേ. അയ്യോ പാവം. ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ? ഇവർക്ക് ഡോക്ടർ മേമനെ കെട്ടണമെന്ന്. ഇത് SM ഹോസ്പിറ്റലിൽ നിന്നാണ്. നിങ്ങളുടെ വൈഫിനെ ഇവിടെ ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏത് വൈഫിനെയാ? ഏത് വൈഫിനെന്നു? നിങ്ങൾക്ക് എത്ര ഭാര്യമാരുണ്ട് മിസ്റ്റർ? നിങ്ങളുടെ വൈഫല്ലേ ആ ഡാഫോഡിൽ സ്കൂൾ വർക്ക് ചെയ്യുന്ന മിസ്സസ് കൃഷ്ണ? ശരി, താങ്ക് യു. മിസ്റ്റർ പ്രകാശ്, ഒരു കോൾ ഉണ്ട്. അതല്ല ഇത്. താങ്ക് യു. ഹലോ പ്രകാശ്. മിസ്റ്റർ പ്രകാശ് അല്ലേ? സുമിത്ര ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ അടുത്ത വീട്ടിലെ ജേക്കബിന്റെ മിസ്സസ് ആണ്. താങ്ക് യു. ഞാനിപ്പോ പോവാം. പ്ലീസ്, ആ വണ്ടി നിർത്തി മാറ്റൂ. എക്സ്ക്യൂസ് മീ, ഒരു മിസ്സസ് പ്രകാശിനെ ഏത് റൂമിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? ജസ്റ്റ് എ മിനിറ്റ്. പ്രഭാര, ഒന്നിങ്ങി വന്നേ. സാറാ ആരെ ചോദിച്ചേ? അല്ല, ഒരു മിസ്സസ് പ്രകാശിനെ എവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അറിയോ? മിസ്സസ് പ്രകാശ്. ഇപ്പൊ കൊടുക്കേ. താനൊന്ന് OP കൊണ്ടേ കൊടുത്തു സാറേ. കൊടുത്തിട്ട് പാടി. എന്താ വേണ്ടത്? ഒരു മിസ്സസ് പ്രകാശിനെ എവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? മിസ്സസ് പ്രകാശ്. താനും വരെ പോയില്ലേ? ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞേപ്പിച്ചാ പിന്നെ എന്താ വേണ്ടത്? ഇത് ആരെങ്കിലും ഒന്ന് പറയേ. എത്ര നേരം ചോദിക്കുന്നു? ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്ത മിസ്സസ് പ്രകാശ് ഏത് റൂമിലാണ്? മിസ്സസ് പ്രകാശ് 309. താങ്ക് യു. ഒന്ന് മാറിക്കേ. അത്യാവശ്യമുള്ള ആളല്ലേ. ഞാൻ കയറട്ടെ. തേട്. കൃഷ്ണ. പ്രകാശ്, ഡോക്ടർ വന്നിരുന്നോ? ഇപ്പൊ വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല. ഡോണ്ട് വറി. സാറേ, സാറല്ലേ മിസ്സസ് പ്രകാശിനെ അന്വേഷിച്ചത്? അതെ, ഇതാണല്ലോ മിസ്സസ് പ്രകാശ്. എന്താണ് കാര്യം? സാറല്ലേ മിസ്സസ് പ്രകാശിനെ അന്വേഷിച്ചത്? അവരെ താഴെ കൗണ്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവളും വന്നോ? അപ്പൊ ഇതാരാ സാറേ? അതൊക്കെ ഉണ്ട്. താൻ പോ. കൃഷ്ണ, ഒരു മിനിറ്റ് വരുന്നേ. ഡോക്ടർ കാണാം.
പ്രാവശ്യം ഫോണിൽ ട്രൈ ചെയ്തു. ഞാൻ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ല? ഇല്ല, പ്രകാശ് എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണേ. സാർ, ഏ? സാറിനോട് അന്വേഷിക്കുന്നു. ഹലോ, എങ്ങനെയുണ്ട്? സിസ്റ്റർ, ആ കേസ് ഷീറ്റ് റൂമിലേക്ക് കൊടുത്തേക്ക്. സുമി, അതിനിടയ്ക്ക് എവിടെ പോയത്? അത് എന്റെ ഒരു ഫ്രണ്ടിന് സീരിയസ് ആയിട്ടൊരു ആക്സിഡന്റ്, താഴെ അഡ്മിറ്റ് ചെയ്തു. പ്രകാശ്, എനിക്ക് വല്ലാതെ പെയിൻ തോന്നുന്നു. ഡോൺ വറി കൂട്ടാ, ഞാനില്ലേ കൂടെ. വർക്കി, മിസ്സസ് പ്രകാശിന് ഇഞ്ചക്ഷൻ കൊടുത്തേ. കൂട്ടാ, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. എവിടേക്കാ വീണ്ടും? ഫ്രണ്ടിനെ സീരിയസ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഞാൻ ഇപ്പൊ വരാം. വേഗം വരണേ. ആ. അതിനെനിക്ക് സിസേറിയനാണെന്ന് ആര് പറഞ്ഞു? നിങ്ങളല്ലേ മിസ്റ്റർ പ്രകാശ്? അതെ, ഐ എം കൃഷ്ണ. അതൊന്നും എനിക്കറിയില്ല. ഇവിടെ മിസ്റ്റർ പ്രകാശിനെ എഴുതി വെച്ചിരിക്കുന്നത്. സിസ്റ്റർ നോക്കിക്കണേ ഒത്ത്. നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്യണം പ്ലീസ്. ചെക്കൊക്കെ കഴിഞ്ഞിട്ടാ വരുന്നേ. കൃഷ്ണ, താനെന്തോ ഇവിടെ? ഇവർക്ക് സിസേറിയൻ ഓപ്പറേഷൻ നടത്തണ്ട സാറേ. ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിക്കുന്നില്ലാന്ന്. സിസറിന് ഓപ്പറേഷൻ? ആ. ആർക്ക്? ഇവർക്കോ? ആ, താനൊരു സ്ത്രീയെ മര്യാദയ്ക്ക് പ്രസവിക്കാൻ സമ്മതിക്കില്ലല്ലേ? താനെ ചാർട്ടൊന്നും ചെക്ക് ചെയ്തേ. ഡോക്ടർ മേനോന്റെ പേഷ്യന്റ് അല്ലേ അത്? അതെ, ഡോക്ടർ മേനോന്റെ പേഷ്യന്റ് തന്നെയാണത്. പക്ഷെ ഡോക്ടർ മിസസ് മേനോന്റെ പേഷ്യന്റ് ആണ്. അപ്പളേ ഒഴിവാക്ക്, സ്ഥലം ഒഴിവാക്ക്. പോ. എന്താണ് വർക്ക് തനിക്ക് ഇവിടെ കാര്യം? ഒന്നുമില്ല ഡോക്ടർ, ഞാൻ How are you? Okay. Okay, doctor. ഇവിടെ മിസ്സിസ് മേനോന്റെ മിസ്സിസ് പ്രകാശ്, അവിടെ മിസ്റ്റർ മേനോന്റെ മിസ്റ്റർ പ്രകാശ്. ഹ, അതും മിസ്സിസ് പ്രകാശ് ആണല്ലേ. ആകപ്പാടെ കോംപ്ലിക്കേഷൻസ് ആണ്. എടോ, അത് 301 വേഗം കൊണ്ടു കൊടുക്ക്. 301 കൊണ്ടുപോ. പോ. വേഗം പോ. ആ നിക്ക് സിസ്റ്ററെ, നമുക്ക് മേനോൻ ഡോക്ടറോട് ഒന്നുകൂടി പോയി ചോദിച്ചിട്ട് വരാം. പിന്നെ ഇത്തിരി കോംപ്ലിക്കേഷൻസ് അല്ലേ വേണം. നമുക്ക് ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. വാ പോവാ. എന്താ ഇത്ര ലേറ്റ് ആയേ? ഞാൻ ആ ഫ്രണ്ടിന്റെ അച്ഛനുമായിട്ട് സംസാരിച്ചിരിക്കുന്നു. പാവം. സിസേറിയൻ എന്ന് പറയുമ്പോഴാ എനിക്കൊരു പേടി. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല എന്റെ കുട്ടി. ഉള്ളതുപോലെ പറയും. അങ്ങനെ ഒരു കുഴപ്പം എനിക്കുണ്ട്. തന്നെത്താൻ വിചാരിച്ച പതുക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തറിയാം? എനിക്കറിയാം, ഹസ്ബൻഡ് എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കതിൽ വിഷമൊന്നുമില്ലേ? ആദ്യം കേട്ടപ്പോ ഒരു വിഷമമൊക്കെ തോന്നി. ഓഹോ, അപ്പൊ നിങ്ങളാണ് ശരിക്കും വഷളാക്കുന്നതല്ലേ? സിസ്റ്റർ, 306 പേഷ്യന്റ് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ല. അയ്യോ, ഞാനങ്ങ് മറന്നു. കൃഷ്ണ, സിസ്റ്റർ, ഈ റൂമിൽ കിടന്ന പേഷ്യന്റ് അവരെ 302 മാറ്റി. 301 സുമിത്ര കിടക്കുന്നത്. കൃഷ്ണ, നല്ല ആളാ. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവിടെ എങ്ങും കണ്ടില്ല. ഞാൻ ഡോക്ടറുമായിട്ട് ഡോക്ടറുമായിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നേ. ആരാത്? ഏതോ പേഷ്യന്റ്. എന്തിനാ പ്രകാശനെ വിളിക്കുന്നത്? എന്നെയല്ല, ചിലപ്പോ ആ സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് പ്രകാശ് ആണെങ്കിലോ? ഭർത്താവിന്റെ അല്ല, അച്ഛന്റെ അമ്മയുടെ ചേട്ടന്റെ അളിയന്റെ അമ്മാവന്റെ പേര് പ്രകാശ് ആയിക്കൂടെ? അത് ശരി. പാവം വല്ലാതെ കരയുന്നു. ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. ആ പ്രകാശിനെ കാണാത്തോണ്ടല്ലേ ഒരു പ്രകാശം വിളിക്കുന്നത്. ആ പ്രകാശിനകത്ത് ഈ പ്രകാശ് പോയി നോക്കട്ടെ. കൃഷ്ണ കണ്ണട ചോർക്കുമ്പോ ഈ പ്രകാശോട് പറന്നെത്തും. ഓക്കെ.
എന്താ സുമി വിളിച്ചത്? പ്രകാശ് എവിടെ പോയിരുന്നു? റിലാക്സ് റിലാക്സ്. ഓക്കെ, തിയേറ്റർ വേഗം റെഡിയാക്കൂ. സിസ്റ്റർ, ഇവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റും. ഡോക്ടർ ഡോണ്ട് വറി, ഡോണ്ട് വറി. കുട്ടാ, പേടിക്കില്ല. പ്രകാശ്, സുമി, എനിക്ക് പേടിയാവുന്നു. അപ്പുറത്ത് കിടക്കുന്ന സ്ത്രീയുടെ പേരും മിസ്സസ് പ്രകാശ് എന്നാണോ? അതെ, അതും ഡെലിവറി കേസാ. ഇത് ഭയങ്കര കോയിൻസിഡൻസ് ആണല്ലോ. രണ്ട് മിസ്സസ് പ്രകാശ് അടുത്തടുത്ത മുറിയിൽ. അമ്മേ, സുമി, 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 ഒന്നുമില്ല സുമി, പേടിക്കണ്ട. ഒന്നുമില്ല, ഒന്നുമില്ല, എല്ലാം ശരിയോ? ഡോക്ടർ, സുമി, കൃഷ്ണ, കൃഷ്ണ, ഒന്നുമില്ല, പേടിക്കണ്ട. സിസ്റ്റർ, ഇവരെ ലേബർ റൂമിലേക്ക് മാറ്റിക്കുന്നു. ശരി ഡോക്ടർ. പേടിക്കണ്ട കൃഷ്ണ. ഞാനുണ്ട് കൂടെ, ഞാനുണ്ട്. സുമി, സുമി, കൃഷ്ണ, ഞാനുണ്ട് കൂടെ. Just see my position. Sumi, Sumi. Krishna, please, Sumi. Sumi, ഞാൻ പറയുന്നത് കേൾക്ക്. അയ്യോ, Sumi, ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല. Sumi, ഞാൻ പറയുന്നത് കേൾക്ക്. അയ്യോ, എന്നെ ഒന്നും ചെയ്യണ്ട, കൃഷ്ണ. കൃഷ്ണ, ഞാൻ പല പ്രാവശ്യം നിങ്ങളെ Sumi, എന്നെ വിളിക്കട്ടോ. എന്നോട് ക്ഷമിക്കൂ, സാറിന്റെ ഭാര്യ പ്രസവിച്ചു. പെൺകുഞ്ഞ്. എനിക്കിത് കാണാൻ പറ്റുമോ? ഞാനൊന്ന് ചോദിക്കട്ടെ. മിസ്റ്റർ പ്രകാശ് പുറത്ത് നിൽക്കുന്നുണ്ട്. അകത്തേക്ക് വരാൻ പറയട്ടെ? വേണ്ട. കൃഷ്ണ, പോകൂ. എനിക്ക് നിങ്ങളെ കാണണ്ട. കൃഷ്ണ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എനിക്കൊന്നും കേൾക്കാനില്ല, പറയാനും. കൃഷ്ണ, നമ്മുടെ കുഞ്ഞ്. അല്ല, ഇത് നിങ്ങളുടെ കുഞ്ഞല്ല. എനിക്ക് നിങ്ങളെ അറിയില്ല. പ്ലീസ് പോകൂ. ഡോക്ടർ, എന്റെ മോൾ. ഷീസ് ഓൾ റൈറ്റ്. പക്ഷേ കുഞ്ഞിനെ നമുക്ക് കിട്ടിയില്ല. സുമിത്രയുടെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നു. ഡോക്ടർ, എനിക്ക് സുമിത്ര ഒന്ന് കാണണം. എന്തിനാ ഈ നിലയിൽ അവളെ ഇനി കാണുന്നത്? നിന്റെ മുഖം അവളെ കാണാൻ പാടില്ലടാ മഹാഭാവി. ഞാൻ തെറ്റുകാരനാണ്, സമ്മതിക്കുന്നു. പക്ഷെ എനിക്ക് സുമിത്ര ഒന്ന് കണ്ടാൽ മാത്രം മതി. വാ, കഴിവേറ മോനെ, നിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് വേണ്ടത്. എന്റെ പെങ്ങടെ ജീവൻ തകർത്ത പ്ലീസ്, ഇപ്പൊ നീ ഒന്നും പറയരുത്. പറയരുതോ? നിന്റെ തലവട്ടം കണ്ടുപോകരുത്. പ്ലീസ്.
ഒരു മീഡിയേറ്റർ ആയിട്ട് കൃഷ്ണയുടെ മുന്നിൽ വന്നതല്ല. അതിനുള്ള ധൈര്യവും ഇല്ലായിരുന്നു. ഇപ്പോ പ്രകാശ് ആകെ തകർന്നിരിക്കുക. സുമിത്രയ്ക്ക് സംഭവിച്ച ട്രാജഡി അറിയാലോ. ഈ അവസ്ഥയിൽ കൃഷ്ണയെങ്കിലും പ്രകാശിനെ ഒന്ന് കാണണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ല. പ്രകാശിന്റെ തകർച്ച, സുമിത്രയുടെ ട്രാജഡി എല്ലാം അറിയാൻ മനസ്സുഖത്തോടെ ഞാനിവിടെ ഉണ്ടല്ലോ. എനിക്ക് എന്റെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്. എന്റെ സ്വപ്നങ്ങൾ, അതിനെക്കുറിച്ച് ആർക്കറിയണം? എനിക്കെന്റെ കുഞ്ഞു മതി, എന്റെ കുഞ്ഞു മാത്രം. അവൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. അതിന് എനിക്കൊരു നിലവിന്റെ ആവശ്യമില്ല. അതെ, ഞാൻ പറയാം. ശരി. എന്താ നിന്റെ ഉദ്ദേശം? കുറെ ദിവസമായില്ലേ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട്? ദേ, സുമിത്ര ഫോൺ ചെയ്തിരിക്കുന്നു, നിന്നെ ഒന്ന് കാണണമെന്ന്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? പ്രകാശേ, സുമിത്രയ്ക്ക് ഇനിയൊരു അമ്മയാവാൻ പറ്റില്ല. അവളുടെയെങ്കിലും വേദന നീ മനസ്സിലാക്കണം. നീ ചെല്ല്, അവളെ പോയി കാണ്. പ്രകാശ് എന്നോട് ചെയ്തതിനേക്കാളെല്ലാം വലിയ ക്രൂരതയല്ലേ ദൈവം കാട്ടിയത്. ഇനി ഒരിക്കലും എനിക്ക് അമ്മയാവാൻ പറ്റില്ല. പ്രകാശ് പറയാറില്ലേ ഞാൻ എപ്പോഴും പ്രാക്ടിക്കലാണെന്ന്? ഇപ്പോഴും പ്രാക്ടിക്കലായി പറയട്ടെ ഞാൻ. പ്രകാശ് ആ കുട്ടിയോടൊപ്പം കഴിയൂ. പ്രകാശിന്റെ മനസ്സിലെ ഭാര്യയാവാൻ യോജിച്ചവളാ കൃഷ്ണ. പ്രകാശിന്റെ സങ്കല്പത്തിലെ എനിക്കൊരിക്കലും കഴിഞ്ഞില്ലല്ലോ അങ്ങനെ ആവാൻ. സുമിത്ര, എന്തോ ബുദ്ധിമോശം പറയാന്ന് തോന്നുന്നുണ്ടാവുമല്ലേ? അല്ല, വളരെയധികം ആലോചിച്ചു എന്നിട്ടെടുത്ത തീരുമാനം. കൃഷ്ണയ്ക്ക് പെൺകുഞ്ഞാലേ പ്രകാശ് ആഗ്രഹിച്ച പോലെ. വരൂ. ഞാൻ നിൽക്കുന്നില്ല, തിരിച്ചു പോകുന്നു ബോംബെക്ക്. അതിനു മുൻപ് സുമിത്രയെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ശല്യമായോ? ഞാനൊന്ന് എടുത്തോട്ടെ. പിന്നെന്താ? ദാ la 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 la
എന്നെ മറന്നേക്കൂ. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതുക. അവളെ നിങ്ങളുടെ മോളെ വളർത്തണം. അവക്ക് മാളവിക എന്ന് പേരിടുമോ? മാളൂന്ന് വിളിക്കാലോ.